पुतली में संसार कविता का रचयिता का नाम है अरुण कमल। अरुण कमल हिंदी साहित्य के सुप्रसिद्ध रचनाकार हैं। उनके कुछ कविता रचनाओं के नाम हैं अपने केवल द्वार, सबोत, नए इलाके में, पुतली में संसार तथा मैं वो शंग महाशंग। इसके अलावा आलोचना, निबंध, अनुवाद आदि भी उन्होंने लिखे हैं और कई सम्मान भी प्राप्त हुए हैं। നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര് പുത്ലി മേ സംസാർ. ഇത് രചിച്ചിരിക്കുന്നത് അരുൺ കമൽ. അദ്ദേഹം ഈ കവിത രചിക്കുന്ന സമയത്ത് മഹാഭാരതത്തിലെ ഒരു ഘടനയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മഹാഭാരതം മഹർഷി വേദവ്യാസാണ് രചിച്ചത്. അതിലൊരുപാട് കഥാപാത്രങ്ങളുണ്ട്. കൗരവർ, പാണ്ഡവർ. പാണ്ഡവരുടെ ഗുരുവായ ദ്രോണാചാര്യർ പാണ്ഡവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ആ പരീക്ഷയിൽ അർജുൻ വിജയിക്കുകയും ചെയ്തു. ആ പരീക്ഷ ഇപ്രകാരമായിരുന്നു. അതായത് ഓരോരുത്തരോടും പറഞ്ഞു, മരത്തിലിരിക്കുന്ന പക്ഷിയെ കണ്ടിട്ട് നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് ഓരോരുത്തരോടും ചോദിച്ചു. പലരും പറഞ്ഞു, ഞങ്ങൾ പക്ഷിയെയാണ് കാണുന്നത് ഗുരു. പക്ഷേ അർജുൻ മാത്രം വ്യത്യസ്തമായിട്ട് ആൻസർ പറയുകയുണ്ടായി. അർജുൻ പറഞ്ഞു, ഗുരു, ഞാൻ ആ പക്ഷിയുടെ കണ്ണാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ കൃഷ്ണമണിയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ആ പരീക്ഷയിൽ അർജുൻ വിജയിക്കുകയും ചെയ്തു. ഇതൊരു ഘടന. ഇത് കൂടാതെ മറ്റൊരു ഘടന എന്ന് പറയുന്നത്, പാഞ്ചാലി സ്വയംവരത്തിന് വേണ്ടിയിട്ട് പാണ്ഡവന്മാർ പങ്കെടുക്കുകയും അവിടെ കൊട്ടാരത്തിൽ ഒരു തൂണിൻ്റെ മുകളിലായിട്ട് ഒരു ചക്രത്തിൽ ഒരു മത്സ്യത്തെ തൂക്കിയിടുകയും അതുപോലെ താഴത്ത് ഒരു പാത്രത്തിൽ എണ്ണ അല്ലെങ്കിൽ ജലം ഉണ്ടായിരുന്നു. അതിന് നേരെ മുകളിലാണ് മത്സ്യത്തെ തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ആ മത്സ്യത്തിൻ്റെ നേൽ ആ പാത്രത്തിൽ കാണാമായിരുന്നു. അപ്പോൾ ആ നേൽ നോക്കിയിട്ട് വേണം അമ്പ ചെയ്യാൻ. അപ്പോൾ അമ്പ ചെയ്യുന്ന സമയത്ത് അർജുനനാണ് പങ്കെടുക്കുന്നത്. ആ സമയത്ത് അതിൽ നോക്കിയിട്ടാണ് ആ മത്സ്യത്തിന് അമ്പ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഘടനയും ഉണ്ട്. അപ്പോൾ ഈ ഘടനയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ അരുൺ കമൽ ഈ കവിത രചിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പുരാണ മഹാഭാരതത്തിലെ അർജുനനും ആധുനിക കാലഘട്ടത്തിലെ അർജുനനായിട്ട് വരുന്നത് നമ്മുടെ കവി തന്നെയാണ്. അപ്പോൾ ആ അർജുനനും ഈ അർജുനനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അന്ന് അർജുനൻ വളരെ സമർത്ഥനും സ്വാർത്ഥനും ബലവാനും ഒക്കെ ആയിരുന്നു. ഒരേ ഒരു ലക്ഷ്യമേ അർജുനനുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്ന അർജുനൻ എപ്രകാരമാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പുത്ലി മേ സംസാർ. പുത്ലി മേ സംസാർ എന്ന് പറയുന്ന ശീർഷകത്തിൻ്റെ അർത്ഥം തന്നെ കൃഷ്ണമണിയിലെ ലോകമെന്നാണ്. നമുക്ക് ഈ കവിതയൊന്ന് ആലപിച്ച് നോക്കാം. और मैं देखता हूँ तो मुझे केवल पुतली नहीं पूरी आँख दिख रही है गुरुदेव, और मछली और वह खंबा और आकाश और आप और ये सब जन धनुधर, इतनी भीड़, इतनी ध्वनियाँ, और मैं तो केवल नीचे ताक रहा हूँ तेल के कुंड में, फिर भी पूरा आकाश घूमता लग रहा है, और मुझे मछली की पुतली में घूमती एक और छवि दिख रही है देव। किसकी छवि है यह? मछली किसे देख रही है? और कोई मुझे उसके भीतर से देख रहा है।
मेरी पुतली पर इतनी छायाएं, इतनी भरौनियों, इतनी पलकों की अलग अलग छाया, मुझे मछली की नदी की गंध लग रही है देव। मेरी देह में इतनी गुदगुदी, इतनी घट्टों, इतने ठेलों भरी देह में ये कैसा कंपन में सारे मंत्र भूल रहा हूँ। सारी सिद्धि निष्काम हो रही है, ढीली पड़ रही है उंगलियाँ, पसीने से मुट्ठी का कसाव खम, मेरे पाँव हिल रहे हैं, कंड सूख रहा है। मुझे तो देखना था बस आंग का घोला, और मैं इतना अधिक सब कुछ क्यों देख रहा हूँ देव। അപ്പോൾ ഇപ്രകാരമാണ് കവിത. ഇനി ഈ കവിതയുടെ അർത്ഥതലത്തിലേക്ക് നമുക്ക് കടക്കാം. और मैं देखता हूँ तो मुझे केवल पुतली ही नहीं पूरी आंख दिख रही है गुरुदेव. ഇവിടെ അർജുനനായിട്ട് കവി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത്. അപ്പോൾ കവി പറയാണ് ഗുരുദേവനോട്, അല്ലെങ്കിൽ അർജുനനും പറയുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അന്നത്തെ അർജുനനെ നമ്മൾ മനസ്സിൽ വേണം, ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ അർജുനനെ നമുക്ക് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. മേ ദേഖ്താ ഹൂँ, ഞാൻ നോക്കുമ്പോൾ, ഞാൻ കാണുന്നു. തോ മുझे കേവൽ പുത്ലി നെഹി, എനിക്ക് കൃഷ്ണമണി മാത്രമല്ല കാണാൻ സാധിക്കുന്നത്. പൂരി ആങ് ദിഖ് രഹി ഹൈ ഗുരുദേവ്, കംപ്ലീറ്റ് ആ കണ്ണ് മൊത്തമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ കൃഷ്ണമണിയിലേക്ക് മാത്രമല്ല എൻ്റെ ശ്രദ്ധ പോകുന്നത് ഗുരുദേവേ. ഒരു മച്ഛലി ഒരു കമ്പ, എനിക്ക് ആ മത്സ്യത്തെ കാണാൻ സാധിക്കുന്നുണ്ട്, ആ തൂണിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ആകാശ് ഒരു ആപ്പ്, ആകാശം കാണാൻ സാധിക്കുന്നുണ്ട്, താങ്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു യെസ് സബ് ജൻ ധനുധർ, അതുപോലെ ഈ ജനങ്ങളും വില്ലാളി വീരന്മാരെയും, ധനുധർ മീൻസ് വില്ലാളി വീരന്മാർ ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തിനി ഭീഡ് ഇത്തിനി ധുനിയാം, അതുപോലെ തന്നെ ജനങ്ങൾ, ഭീഡ് ജനക്കൂട്ടത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ശബ്ദങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് പാഞ്ചേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, മൂക്ക്, ചെവി, തൊലി, അങ്ങനെ ഒരുപാട് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ണ് നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ ദൈവം തന്നതാണ്. അതുപോലെ മൂക്കെന്ന് പറയുന്നത് നന്നായി നല്ല നല്ല ഗന്ധങ്ങൾ ശ്വസിക്കാൻ വേണ്ടി തന്നതാണ്. അതുപോലെ ചെവി നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ നാക്കും തൊലിയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് നല്ല രുചിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നാക്ക്. അപ്പോൾ ഇവിടെ അർജുനൻ അല്ലെങ്കിൽ കവി പറയുകയാണ്, എനിക്ക് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. അർജുനൻ എപ്രകാരമാണോ അന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ വിജയിച്ചത്, അതുപോലെ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് അതിന് ചുറ്റുമുള്ള എല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കവി ഉദ്ദേശിച്ചത്, നമ്മൾ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരുപാട് ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഈ നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ തലത്തിലും മറ്റെല്ലാ മേഖലയിലും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ദുഃഖവും കരിച്ചിൽ, ഇതൊക്കെ എനിക്ക്, അവരുടെ ശബ്ദം ഒക്കെ എനിക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. और मैं तो केवल नीचे ताक रहा हूँ तेल के कुंड में. പക്ഷെ ഞാൻ താഴെ, താക്ക് റഹ മീൻസ് ദേഖ്ന, ഞാൻ കേവലം താഴെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തേൽ, ആ എണ്ണ നിറച്ച ആ കുണ്ടത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ പാത്രത്തിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫിർ ബി പൂര ആകാശ്, ഞാൻ മുകളിലേക്ക് നോക്കുന്നില്ല, പക്ഷേ എനിക്ക് ആകാശം കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട്. ഫിർ ബി പൂര ആകാശ്, കംപ്ലീറ്റ് ആകാശവും എനിക്ക് ഘൂംത ലഗ് രഹാ ഹൈ, കറങ്ങുന്നത് പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. और मुझे मछली की पुतली में घूमती और एक और छवि दिख रही है. അതുപോലെ ഞാൻ ആ കൃഷ്ണമണിയിലേക്ക്, അല്ലെങ്കിൽ ആ മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് छवि മീൻസ് ശോഭ, ഒരു പ്രകാശം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗുരുദേവ്. കിസ്കി छवि है ये, ഇത് ആരുടെ പ്രകാശമാണ്? മച്ചിലെ കിസേ ദേഖ് രഹി ഹൈ, ഞാൻ അതിലേക്ക്, ആ കണ്ണുകളിലേക്ക്, ആ കൃഷ്ണമണിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു പ്രകാശം, ആ കൃഷ്ണമണിയിൽ അല്ലെങ്കിൽ ആ കണ്ണുകളിൽ ഞാൻ എൻ്റെ തന്നെ പ്രതിബിംബമാണ് കാണുന്നത്. ഇവിടെ കവി ഉദ്ദേശിച്ചത്,
സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അഴിമതി ആയിക്കോട്ടെ, ആക്രമണം ആയിക്കോട്ടെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പട്ടിണി കിടക്കുന്ന ജനസമൂഹത്തേക്കാണ് കവി കാണുന്നത്. നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരെയും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് കവി കാണുന്നത്. അല്ലെങ്കിൽ ആ കൃഷ്ണമണിയിലേക്ക് ഒരേ ലക്ഷ്യം മാത്രമല്ല ഇവിടുത്തെ അർജുൻ ചെയ്യുന്നത്. ആധുനിക യുഗത്തിലെ ഈ അർജുനൻ അങ്ങനെയല്ല. പണ്ട് അർജുനൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു, ഒറ്റ സ്വാർത്ഥതയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മച്ചിലി കിസേ ദേഖ് രഹി ഹൈ ഓർ കോയി മുझे उसके भीतर से देख रहा है. ആരോ, ഞാൻ ആ കണ്ണുകളിലേക്ക്, കവി പറയാണ്, ഞാൻ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് എന്നെ ആരോ നോക്കുന്നത്, അതിനുള്ളിൽ നിന്ന് എന്നെ ആരോ നോക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേരി പുത്ലി പർ ഇത്തിനി ചായേ. അപ്പോൾ ആ കണ്ണുകളിൽ എൻ്റെ കൺപീലികൾ അല്ലെങ്കിൽ എൻ്റെ കഷ്ണമണിയാണ് കാണാൻ എനിക്ക് സാധിക്കുന്നത്. അതിലൊരുപാട് നേലുകൾ ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ വിഷമതകൾ, കഷ്ടപ്പാടുകൾ. ഛായ എന്ന് മീൻസ് നേലുകളാണ്. ഇത്തിനി ഭരോനിയോ ഇത്തിനി ഫലകോ കി അലഗ് അലഗ് ഛായ. ഒരുപാട്, ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കൺപീലികൾ കാണാൻ സാധിക്കുന്നു, ഒരുപാട് കൺപോളകളെ കാണാൻ സാധിക്കുന്നു, വ്യത്യസ്തമായ നേലുകളെ എനിക്ക് കാണാൻ സാധിക്കുന്നു. മുझे മച്ഛലിക്ക് നദിക്ക് ഗന്ധ ലഗ് രഹി ഹൈ. അതുപോലെ ആ മച്ഛലി എവിടെ നിന്നാണോ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നത്, ആ നദിയിലെ ഗന്ധവും എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഞാൻ ഡീപ്പായിട്ട് എനിക്ക് ജനസമൂഹത്തിലേക്ക്, ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ആ ഫീലിംഗ്, ആ സ്മെല്ല് വരെ കിട്ടണമെങ്കിൽ അത്രയ്ക്കും നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. മേരി ദേഹമേ ഇത്തിനി ഗുദ്ഗുദി. എൻ്റെ ദേഹത്ത് ഇക്കിളികൾ സംഭവിക്കുന്നു ഗുരുദേവ. ഇതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കുമ്പോഴും എനിക്ക് ചുറ്റുമുള്ള ഒന്നും എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ശരീരം ഇക്കിളി സംഭവിക്കുന്നു. ഇത്തനെ ഘട്ടോ ഇത്തനെ ഠേലോ ബരി ദേഹമേ യെ കൈസ ഖമ്പൻ. അതായത് നമുക്കറിയാം, അർജുനൻ്റെ ശരീരം എന്ന് പറയുന്നത് വളരെ സുദൃഢമായ ശരീരമാണ്. ഇത്തനെ ഠേലോ എന്ന് പറഞ്ഞാൽ മസിലാണ്, തട്ടായിട്ടുള്ള മസിലുകളാണ്. അതായത് 6 പാക്ക് പോലുള്ള ശരീരമാണ് നമ്മുടെ അർജുനനുള്ളത്. ഘട്ടോ മീൻസ് സുദൃഢമായ, ഠേലോ മീൻസ് തട്ടായിട്ടുള്ള. അപ്പോൾ ഇത്രയും ശരീരം നല്ല ബലം പുഷ്ടി നിറഞ്ഞ ഈ ശരീരത്ത് ഇങ്ങനെ കമ്പനം എങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ഇതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പനം സംഭവിക്കുന്നത്? മേ സാരേ മന്ത്ര ഭൂൽ രഹാ. ഗുരുദേവനോട് അദ്ദേഹം പറയുകയാണ്, ഞാൻ പഠിച്ച എല്ലാ മന്ത്രങ്ങളും ഞാൻ മറന്നു പോകുന്നു. സാരി സിദ്ധി നിഷ്കാം ഹൊരി. എൻ്റെ എല്ലാ സിദ്ധിയും, ഞാൻ നേടിയ എല്ലാ സിദ്ധിയും എനിക്ക് നഷ്ടപ്പെടുന്നു, ഇല്ലാണ്ടാവുന്നു. ഠീലി പടരയെ ഊങ്കലിയാം. അതുപോലെ തന്നെ ഠീലി പടന മീൻസ് അയഞ്ഞു പോവുക, വിരലുകളൊക്കെ അയഞ്ഞു പോവുക, ഫലം ഇല്ലാതാവുക. പസീനസെ മുട്ടിക്ക കസാവ് ഖം. അതുപോലെ തന്നെ വേർത്തുകൊണ്ട് നമ്മുടെ പസീനസെ മുട്ടി കസാവ് ഖം മേരെ പാവ് ഹിൽ രഹേ ഹെ എന്ന് പറഞ്ഞാൽ, നമ്മൾ വേർത്തിട്ട് നമ്മുടെ മുഷ്ടി, അതായത് ഇങ്ങനെ മസിൽ പിടിച്ചല്ലെങ്കിൽ മുറുക്കി പിടിക്കുന്ന സമയത്ത് വേർപ്പ് വരുമ്പോൾ അത് അയഞ്ഞു പോകും, മുറുക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അതുപോലെയാവുന്നു എൻ്റെ ശരീരം മൊത്തം. എൻ്റെ മേരെ പാവ് ഹിൽ രഹേ. അതുപോലെ തന്നെ എൻ്റെ കാലുകൾ ഇളകുന്നു, വിറയ്ക്കുന്നു. ഖണ്ട് സൂക്ക് രഹായ. തൊണ്ട, കണ്ട് മീൻസ് തൊണ്ടയാണ്, അത് ഉണങ്ങി വറ്റിപ്പോകുന്നു. മുझे तो देखना था बस आग का घोला. എനിക്ക് വെറും ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ കാണേണ്ടിയിരുന്നത് വെറും മത്സ്യത്തിൻ്റെ കണ്ണുകൾ മാത്രമാണ്. പക്ഷേ ആ കണ്ണുകളിലൂടെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിലൂടെ കാണുന്നു. ഞാൻ എന്നെ തന്നെയാണ് അതിനകത്ത് കാണുന്നത്, ജനസമൂഹത്തെ കാണുന്നു, അവരുടെ വിഷമങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് എൻ്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കാനും ഒക്കെ. അതുപോലെ തന്നെ ഞാൻ വിയർത്ത് പോകുന്നു. കവി ഇവിടെ വിയർത്ത് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് കൊണ്ട് കവി വിയർത്ത് പോവുകയാണ്. और मैं इतना अधिक सब कुछ क्यों देख रहा हूँ देव. എന്നിട്ട് ഗുരുദേവനോട് പറയാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഗുരുദേവ? അപ്പോൾ ഇവിടുത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള അർജുനനാണ്. ഈ അർജുനന് മറ്റുള്ള കാര്യങ്ങളൊന്നും
ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന ഭ്രഷ്ടാചാരം, അഴിമതി ആയിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, ഗരീബി, അതുപോലെ തന്നെ ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളും എന്തുമായിക്കോട്ടെ, അതൊന്നും മറച്ചു വയ്ക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലെ അർജുനന് സാധിക്കില്ല. അന്ന് ഒരേ കാര്യത്തിൽ മാത്രമായിരുന്നു നമ്മുടെ അർജുനൻ്റെ ശ്രദ്ധ. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ശരിയാണ്, നമുക്കൊരു ജോലി നേടണമെങ്കിൽ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒരു മെസ്സേജ് നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇന്നത്തെ ഈ കവിത, നമ്മുടെ അരുൺ കമൽ എഴുതിയിരിക്കുന്ന ഈ പുത്ലി മേ സംസാർ എന്ന് പറയുന്ന കവിതയിലൂടെ, കൃഷ്ണമണിയിലൂടെ ഒരു ലോകം തന്നെയാണ് ഈ അർജുനന് കാണാൻ സാധിക്കുന്നത്. അതൊന്നും വിട്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഈ അർജുനന് സാധിക്കുന്നില്ല. ഇവിടെ ഈ അർജുനനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കവി തന്നെയാണ്. അപ്പോൾ കവിയുടെ വിഷമമാണ് അർജുനൻ്റെയും ഗുരുദേവൻ്റെയും പ്രതീകങ്ങളിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. അതായത് അർജുനൻ വളരെ മസ്ബൂത്തായിരുന്നു, വളരെ ശക്തിശാലിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചുറ്റും കാണുന്നത് കാരണം അദ്ദേഹം തളർന്നു പോവുകയാണ്. ഒരുപാട് ആൾക്കാരുടെ ശബ്ദങ്ങളാണ് ഇതിലൂടെ ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ അർജുനൻ അല്ലെങ്കിൽ ആ കവിക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നത്. നമ്മുടെ ലോകത്ത് 4 ഭാഗത്തും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജനസമൂഹമാണ് ആ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അർജുനൻ അല്ലെങ്കിൽ കവിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.